ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. 5 മണിക്കൂർ പിന്നിടുമ്പോൾ 43.36% പേർ വോട്ട് രേഖപ്പെടുത്തി. ഈ മാസം 16-ന് വോട്ടെണ്ണൽ 244 കേന്ദ്രങ്ങളിൽ. മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 15 കോടി കോവിഡ് പരിശോധനകൾ പൂർത്തിയാക്കി ഇന്ത്യ. കേരളത്തിൽ ഇന്നലെ 4875 പേർക്ക് കോവിഡ്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ്. 5 ജില്ലകളിൽ രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ 25%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പം മുൻപ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 43.36%-മാണ് പോളിംഗ്. കോട്ടയം 43.5%, എറണാകുളം 42.98%, തൃശൂർ 43.13%, പാലക്കാട് 43.46%, വയനാട് 45.17% എന്നിങ്ങനെയാണ് ജില്ലകളിലെ പോളിംഗ് ശതമാനം. കൊച്ചി കോർപ്പറേഷനിൽ 31.47%-വും തൃശൂരിൽ 34.15%-വും പോളിംഗ് നടന്നു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ ബൂത്തുകളിൽ നല്ല തിരക്കാണ്. മിക്കയിടത്തും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായി. ചിലയിടത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായതിനെ തുടർന്ന് പോളിംഗ് തടസ്സപ്പെട്ടു. തൃശൂർ ജില്ലയിൽ മികച്ച നിലയിൽ പോളിംഗ് നടക്കുന്നതായാണ് വിവരം. ജില്ലയിൽ തൃശൂർ കോർപ്പറേഷനിലാണ് ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത്. തൃശൂരിൽ നിന്നും വോട്ടെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഭരിത പ്രതാപ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഭരിത, കേൾക്കാമോ? കേൾക്കാം. ഭരിത, എങ്ങനെയാണ് ജില്ലയിലെ പോളിംഗ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നും തത്സമയം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലിൻസ, ഇതുവരെ ലഭിച്ച കണക്കുകൾ പരിശോധിക്കുമ്പോൾ 44% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിൽ സമാധാനപരമായി തന്നെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. എന്നാൽ ചില പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവ കൃത്യമായി വോട്ടിംഗ് തകരാറുകൾ പരിഹരിക്കുകയും ചിലയിടങ്ങളിൽ അതിനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ് ചെയ്യുന്നത്. അക്രമ സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മന്ത്രിമാരായ VS സുനിൽകുമാർ, AC മൊയ്തീൻ, C രവീന്ദ്രനാഥ് എന്നിവർ അതത് ബൂത്തുകളിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. 7101 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ നിന്നും ജനവിധി തേടുന്നത്. കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ജില്ലയിൽ 3331 പോളിംഗ് ബൂത്തുകളും വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി ഭരിത. എറണാകുളം ജില്ലയിൽ തുടക്കത്തിൽ മന്ദഗതിയിൽ ആരംഭിച്ച പോളിംഗ് ഇപ്പോൾ മികച്ച നിലയിൽ പുരോഗമിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ നിന്നും ആകാശവാണി ലേഖകൻ NC ജയചന്ദ്രൻ ചേരുന്നു. എറണാകുളം ജില്ല മികച്ച പോളിംഗിലേക്ക് നീങ്ങുകയാണ്. തുടക്കത്തിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നെങ്കിലും പിന്നീട് മെച്ചപ്പെട്ടു. ആദ്യത്തെ 2 മണിക്കൂറിൽ 14.64% പോളിംഗ്. എന്നാൽ ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് കൂത്താട്ടുകുളം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ തുടക്കം മുതൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാ ബൂത്തുകളിലും കോവിഡ് ചട്ടം പാലിച്ചുകൊണ്ട് വോട്ടർമാരുടെ നീണ്ട നിരയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ തുടക്കത്തിൽ പോളിംഗ് പിന്നിലായിരുന്നെങ്കിലും ഇപ്പോൾ മെച്ചപ്പെട്ടു. ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ജില്ലയിലെ പോളിംഗ് ശതമാനം 40%-ലേക്ക് എത്തിയിരിക്കുകയാണ്. കനത്ത സുരക്ഷയാണ് പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് 5 ജില്ലകളിലായി 8-ാം തീയതി നടന്ന ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 73.12% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരുവനന്തപുരം 70.04%, കൊല്ലം 73.80%, പത്തനംതിട്ട 69.72%, ആലപ്പുഴ 77.4%, ഇടുക്കി 74.68% എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള വോട്ടിംഗ് ശതമാനം. രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്നതാണ് കോട്ടയത്തെ ജനവിധി. 4 പതിറ്റാണ്ടോളം UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFൽ എത്തിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ നമ്മോടൊപ്പം കോട്ടയത്ത് നിന്നും ആകാശവാണി പ്രതിനിധി ടോം മാത്യു ചേരുന്നു. ടോം, കേൾക്കാമോ? കേൾക്കാം, പറയും. ടോം, എന്തൊക്കെയാണ് കോട്ടയത്തെ വോട്ടെടുപ്പ് വിശേഷങ്ങൾ? നിർദ്ദിഷ്ട സമയത്തിന് മുമ്പ് തന്നെ ചിലയിടത്ത് വോട്ടെടുപ്പ് ആരംഭിച്ച സാഹചര്യം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ ലിൻസ, കോട്ടയം ജില്ലയിലെ വോട്ടെടുപ്പ് ഇപ്പോൾ ക്രമാനുഗതമായി പുരോഗമിക്കുകയാണ്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആകെയുള്ള 16,13,594 വോട്ടർമാരിൽ 41.73%, അതായത് 6,73,290 പേര് വോട്ട് രേഖപ്പെടുത്തി. ഈ രാഷ്ട്രീയമായ മാറ്റം ജില്ലയിലെ വോട്ടെടുപ്പിലും പ്രതിഫലിക്കുന്നു എന്ന് വേണം കരുതാനും. കോവിഡിന്റെ വ്യാപനമോ നിയന്ത്രണങ്ങളോ വോട്ടെടുപ്പിനെ സ്വാധീനിച്ചതായി കാണുന്നില്ല. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വോട്ടർമാര് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. ഏതാണ്ട് വോട്ടെടുപ്പ് ആരംഭിച്ച് 1 മണിക്കൂറിനകം തന്നെ 10% പേര് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. വോട്ടെടുപ്പ് സമാധാനപരമായിട്ടാണ് മുന്നേറുന്നത്. വിവരങ്ങൾ നൽകിയതിന് നന്ദി.
അടുത്തതായി പാലക്കാട് ജില്ലയിൽ നിന്നും വോട്ടിംഗ് ശതമാനം സമാധാനപരമായി പുരോഗമിക്കുന്നതായാണ് വിവരം. ഇതുവരെ 40% പേർ വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്തിന്റെ റിപ്പോർട്ടിലേക്ക്. രാവിലെ കൃത്യസമയത്ത് തന്നെ ജില്ലയിൽ എല്ലായിടത്തും വോട്ടിംഗ് ആരംഭിച്ചു. 12 മണിവരെ 8 ലക്ഷത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തി. 23,37,412 വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത്. പാലക്കാട് നഗരത്തിലെയും വല്ലപ്പുഴ പഞ്ചായത്തിലെയും ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ കേടായതിനെ തുടർന്ന് നിർത്തിവച്ച വോട്ടിംഗ് പുനരാരംഭിച്ചു. 3000 പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 6587 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള 24 ബൂത്തുകൾ ഉൾപ്പെടെ 90 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയാണ് നിലവിൽ പോളിംഗ് ശതമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. വയനാട്ടിൽ നിന്നും വോട്ടെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത് ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റാണ്. അരുൺ, എന്തൊക്കെയാണ് വയനാട്ടിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വയനാട്ടിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. 46% പോളിംഗ് ഇപ്പോൾ പൂർത്തിയായി. 1,40,888 പേർ വോട്ട് രേഖപ്പെടുത്തി. ആ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലും ഇപ്പോഴും നീണ്ട നിരയാണ് കാണുവാൻ കഴിയുന്നത്. 23 ഗ്രാമപഞ്ചായത്തിലേക്കും 3 നഗരസഭയിലേക്കും 4 ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിന്റെ 16 ഡിവിഷനിലേക്കുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 848 ബൂത്തുകളിലായാണ് പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജില്ലയിൽ 152 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ 132 ബൂത്തുകൾ മാവോയിസ്റ്റ് പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇവിടങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. ആദിവാസി മേഖലയായ തിരുനെല്ലിയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പോളിംഗ് ആണ് നടക്കുന്നത്. കൂട്ടത്തോടെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക്. ശരി അരുൺ, നന്ദി. വിവരങ്ങൾ നൽകിയതിന് നന്ദി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. ഡിസംബർ 16-ന് വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിൽ പാലിക്കേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചു. 3 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഈ മാസം 16-ന് രാവിലെ 8 മുതലാണ് ആരംഭിക്കുക. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഓരോ കേന്ദ്രങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് സോഫ്റ്റ്വെയറിൽ തത്സമയം അപ്ലോഡ് ചെയ്യും. 15 കോടി കോവിഡ് പരിശോധനകൾ നടത്തി ഇന്ത്യ പരിശോധനകളുടെ എണ്ണത്തിൽ പുതിയ ഉയരത്തിൽ. ഇന്നലെ 9,22,000 പരിശോധനകളാണ് നടന്നത്. അതേസമയം രാജ്യത്ത് ഇന്നലെ 31,522 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 4,875 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. 4,230 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. നിയമസഭയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്ക് നാളെ കത്ത് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷവുമായി കൂടിയാലോചനയില്ലാതെയാണ് പല പ്രവർത്തനങ്ങളും നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 2 ആഴ്ച കൂടി സാവകാശം തേടി ശ്രീ രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റിന് കത്തയച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ FCയെ നേരിടും. രാത്രി 7:30ക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലും സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. 5 മണിക്കൂർ പിന്നിടുമ്പോൾ 43.36% പേർ വോട്ട് രേഖപ്പെടുത്തി. ഈ മാസം 16-ന് വോട്ടെണ്ണൽ 244 കേന്ദ്രങ്ങളിൽ. മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 15 കോടി കോവിഡ് പരിശോധനകൾ പൂർത്തിയാക്കി ഇന്ത്യ. കേരളത്തിൽ ഇന്നലെ 4,875 പേർക്ക് കോവിഡ്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 2:50-ന്.